റോമാലേഖനം 1-ാം അധ്യായത്തിലെ 4-ാമത്തെ എപ്പിസോഡിലേക്ക് നമ്മൾ വന്നു കഴിഞ്ഞു. അപ്പോൾ ഞാൻ വചനത്തിലേക്ക് മടങ്ങി വരട്ടെ. അപ്പോൾ തങ്ങളുടെ നിരൂപണങ്ങളിൽ അവർ വ്യർത്ഥരായി മാറി. തങ്ങളുടെ നിരൂപണങ്ങളിൽ സ്വത്രം, ഡയർ ഇമാജിനേഷൻ, തങ്ങളുടെ ഭാവന, തങ്ങളുടെ നിരൂപണം, തങ്ങളുടെ കണക്കൂട്ടല്. ഞാനത് പ്രസംഗിച്ചുകൊണ്ടിരുന്ന സമയത്ത് 2-3 വാക്യങ്ങൾ എൻ്റെ ഹൃദയത്തിൽ ദൈവത്തിൻ്റെ ആത്മാവ് തന്നു. ഞാനത് നോട്ട് ചെയ്തു. അത് നിങ്ങളോട് പറയാനായിട്ട് ഞാൻ കർത്താവിൽ ശരണപ്പെടുകയാണ്. ഉൽപ്പത്തി പുസ്തകം നമ്മൾ പഠിക്കുമ്പോൾ, ഉൽപ്പത്തി പുസ്തകം അതിൻ്റെ 6-ാം അധ്യായത്തിൻ്റെ 1-2 വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെയുള്ളൊരു പഠനം ഞാൻ നിങ്ങളെ വായിച്ചു തന്നെ കേൾപ്പിക്കാമെന്നാണ് എൻ്റെ കർത്താവ്. എനിക്ക് വചനം വായിക്കുന്നത് പോലെ സന്തോഷം വേറെയില്ല. ഞാൻ പറയുമ്പോൾ അത് തെറ്റിപ്പോകും. പക്ഷെ വചനം വായിക്കുമ്പോൾ അത് തെറ്റത്തില്ല. അതായത് കൃത്യമായിട്ട് നമുക്ക് പരിശുദ്ധാത്മാവ് രേഖപ്പെടുത്തിയിരിക്കുന്ന വചനം അതങ്ങനെ തന്നെ നമുക്ക് കേട്ട് പഠിക്കാനായിട്ട് കഴിയും. ഉൽപ്പത്തി പുസ്തകം 6-ാം അധ്യായത്തിൻ്റെ വാക്യം ഞാൻ വായിക്കുന്നു. ദൈവമക്കൾ ശ്രദ്ധിച്ച് കേൾക്കണേ. മനുഷ്യൻ ഭൂമിയിൽ പെരുകി തുടങ്ങി. അവർക്ക് പുത്രിമാർ ജനിച്ചപ്പോൾ ദൈവത്തിൻ്റെ പുത്രന്മാർ മനുഷ്യരുടെ പുത്രിമാരിൽ സൗന്ദര്യമുള്ളവരെന്ന് കണ്ടിട്ട് തങ്ങൾക്ക് ബോധിച്ച ഏവരെയും ഭാര്യമാരായെടുത്തു. ദൈവത്തിൻ്റെ പുത്രിമാർ മനുഷ്യരുടെ പുത്രിമാർ, ഞാൻ ആ ഭാഗത്തേക്ക് പോകുന്നില്ല, അതൊരു ശക്തമായ പഠനമാണ്, അതിലേക്ക് ഞാൻ പോകുന്നില്ല, സമയമില്ല എൻ്റെ മുമ്പിൽ. ഇവിടെ തങ്ങൾക്ക് ബോധിച്ചതുപോലെ നടന്നു. ഇവിടെ നമ്മൾ വായിച്ചത് എന്താ? റോമാലേഖനം 1-ാം അധ്യായത്തിൽ വായിച്ച തങ്ങൾക്ക് തങ്ങളുടെ സ്വന്തം നിരൂപണങ്ങളിൽ, അങ്ങനെയല്ലേ വായിച്ചത്? തങ്ങളുടെ നിരൂപണങ്ങളിൽ അവർ വ്യർത്ഥരായി തീർന്നു. തങ്ങളുടെ നിരൂപണം, ഡയർ ഇമാജിനേഷൻസ്, തങ്ങളുടെ നിരൂപണം. ഉൽപ്പത്തി പുസ്തകത്തിൽ എന്താ എഴുതിയിരിക്കുന്നത്? തങ്ങൾക്ക് ബോധിച്ചതുപോലെ, തങ്ങൾക്ക് ബോധിച്ചവരെയും ഭാര്യമാരെടുത്തു. തങ്ങൾക്ക് ബോധിച്ചതുപോലെ നടന്നു ഉൽപ്പത്തി പുസ്തകത്തിലെ ജനം. ആ ബോധിച്ചതുപോലെ നടന്നുകൊണ്ട് എന്താ പറ്റി? ആ ജനതയെ ദൈവം ജലപ്രളയം കൊണ്ട് കൊന്നു. അത് ഏറ്റവും ഗുരുതരമായ ഒരു അവസ്ഥയായിട്ട് നമുക്ക് പഠിക്കാൻ കഴിയും. എന്നാൽ അതിനു മുൻപ് മെഥുശലേഖിൻ്റെ ആയുസ് 969 വയസ്സുണ്ടായിരുന്ന മെഥുശലേഖിൻ്റെ ആയുസ് ഞാൻ മുമ്പ് പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. കേൾക്കാത്തവരൊക്കെ കേട്ടോണം, കേട്ടവരൊക്കെ ഒന്നുകൂടി കേട്ട് പഠിച്ചോണം. പത്രോസിൻ്റെ ഭാഷ തന്നെ ഞാനും പറയുന്നത്. കേട്ടതൊക്കെ എന്ത് ചെയ്തു? കൊണ്ടേ കുടിച്ചു മൂടി പലരും. എൻ്റെ കൂടെ നടന്ന കുറേ സഹോദരന്മാർ ഈ ഉപദേശം കേട്ടിട്ട് എല്ലാം കുടിച്ചു മൂടിയിട്ട് അവരിപ്പോൾ ലോകത്തിൻ്റെ പുറകെ വെക്കുന്നു. എന്ത് ചെയ്യാനാ? എത്ര ദുഃഖകരമാണ്. അവരെ ഓർത്ത് ഞാൻ കരയുക, അല്ലാണ്ട് എന്ത് ചെയ്യാനാ? ഉപദേശം കേട്ടിട്ട് അതെല്ലാം കൊണ്ട് കുഴിച്ചു മൂടി മക്കൾക്ക് വേണ്ടിയും ഭാര്യയ്ക്ക് വേണ്ടി അതിൻ്റെ പുറകെ നടക്കുക. ഇപ്പോൾ സ്വത്രം, ഭൗതികം 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 എന്ന് പറഞ്ഞ് നടക്കുക. ആത്മീയ സമ്പത്ത് അവർക്ക് വേണ്ട. ഇപ്പോഴല്ല അതിൻ്റെ പരിണിത ഫലം അനുഭവിക്കുന്നത്. ഞാനത് പല പ്രാവശ്യം പറയുകയും ചെയ്തു. മരണാനന്തര ജീവിതത്തിൽ നിങ്ങൾ അനുഭവിക്കുന്ന കഷ്ടപ്പാടുകളും ദുരിതങ്ങളും മുന്നമേ കണ്ടുകൊണ്ടാണ് ഞാൻ നിങ്ങളെ ബുദ്ധി ഉപദേശിക്കുന്നത്. അവർക്കത് ഇഷ്ടപ്പെടത്തില്ല. എന്ത് ചെയ്യാനാ? പറയാതിരിക്കാൻ പറ്റുമോ നമുക്ക്? മക്കളെ, ഒരൊറ്റ ജീവിതമേ നമുക്കുള്ളൂ. ആ ഒറ്റ ജീവിതം കൊണ്ട് നമ്മൾ തരിപ്പണമായി പോകും. നമുക്ക് ബോധിച്ച പോലെ നടക്കരുത്. നമ്മുടെ നിരൂപണങ്ങളിൽ നമ്മൾ ജീവിക്കരുത്. ദൈവത്തിൻ്റെ കൽപ്പന അനുസരിച്ച് ജീവിക്കണം. ദൈവത്തിൻ്റെ വചനം അനുസരിച്ച് നമ്മുടെ കാൽച്ചുവടുകളെ ചിട്ടപ്പെടുത്തണം. നമുക്ക് തോന്നിയതുപോലെ ജീവിക്കാനും, നമുക്ക് തോന്നിയതുപോലെ പ്രസംഗിക്കാനും, നമുക്ക് തോന്നിയതുപോലെ കുടുംബജീവിതം നയിക്കാനും, നമുക്ക് തോന്നിയതുപോലെ നമ്മുടെ കാര്യങ്ങൾ ചെയ്യാനും നമുക്ക് വ്യവസ്ഥയില്ല. എല്ലാറ്റിനും ഒരു പ്രമാണമുണ്ട്, എല്ലാറ്റിനും ഒരു വ്യവസ്ഥയുണ്ട്, എല്ലാറ്റിനും ഉപദേശമുണ്ട്. കുടുംബജീവിതം, സഭാജീവിതം, സമൂഹ ജീവിതം, ജീവിതത്തിൻ്റെ എല്ലാ തുറകളിലും കർത്താവിൻ്റെ ഉപദേശം പുതിയ നിയമസഭയിലെ വിശ്വാസികൾക്ക് തരുന്നുണ്ട്. അതനുസരിച്ച് ജീവിക്കണം. ഹല്ലേലൂയ. കുടുംബജീവിതത്തിൽ ഉപദേശമില്ലേ? സമൂഹ ജീവിതത്തിൽ ഉപദേശമില്ലേ? അപ്പനമ്മ ബന്ധത്തിൽ ഉപദേശമില്ലേ? മക്കളും അപ്പനും അമ്മയ്ക്കും ഉപദേശമില്ലേ? പാസ്റ്റർക്കും വിശ്വാസികൾക്കും ഉപദേശമില്ലേ? യജമാനനും തൊഴിലാളിക്കും ഉപദേശമില്ലേ? ഏതിനും ഉപദേശമില്ലാത്ത? എൻ്റെ ഓർമ്മ ശരിയെങ്കിൽ എഫേസ്യ ലേഖനത്തിൻ്റെ 10-24 എപ്പിസോഡ് യൂട്യൂബിൽ കിടപ്പുണ്ട്. നിങ്ങൾ ഓരോന്നെടുത്ത് കേൾക്കുന്നത് നല്ലതാണ്. അതിൽ അവസാനത്തെ എപ്പിസോഡുകൾ വന്നപ്പോൾ അവസാനമായിട്ട് അത്
അവസാനത്തെ അധ്യായത്തിൽ, എഫെസ്യ ലേഖനം 6-ാം അധ്യായത്തിൽ, അതാണല്ലോ അവസാനത്തെ അധ്യായം. അതിൽ അപ്പനും അമ്മയ്ക്കും ഭാര്യയ്ക്കും മക്കൾക്കും യജമാനനും മുതലാളിക്കും തൊഴിലാളിക്കും എല്ലാവർക്കുള്ള ഉപദേശം ഞാനെടുത്ത് ശക്തിയോടെ പറയാനിടയായി. ഇപ്പോഴും സന്ദർഭം വരുമ്പോൾ അതൊക്കെ പറയും. ഇപ്പോഴത് പറയാനുള്ള സന്ദർഭം വന്നിരിക്കുക. A to Z വരെയുള്ള എല്ലാ മേഖലകളിലും അപ്പോസ്തലന്മാർ നമുക്ക് പ്രമാണം തരുന്നുണ്ട്, ഉപദേശം തരുന്നുണ്ട്. അതാരും വായിക്കുന്നില്ല, പഠിക്കുന്നില്ല, പഠിപ്പിക്കുന്നില്ല. ആവശ്യമില്ലാത്തത് പലതും നമ്മൾ ചെയ്തുകൊണ്ടിരിക്കും. പൗലോസിന്റെ ഒരു പ്രയോഗം ഞാൻ എപ്പോഴും പറയാറുണ്ട്, പ്രവൃത്തി 20-ൽ, പ്രയോജനമുള്ളതൊന്നും മറച്ചു വയ്ക്കാതെ ഞാൻ മുഴുവനും നിങ്ങൾക്ക് അറിയിച്ചു തന്നിരിക്കുന്നു. കാഹളം ധ്വനിക്കുമ്പോൾ കാഹളം ധ്വനിക്കുമ്പോൾ ഉയർത്തെഴുന്നേറ്റ് വരണം, അല്ലെങ്കിൽ രൂപാന്തരം പ്രാപിക്കണം. ഇതിനാവശ്യമായ പഠനങ്ങൾ കർത്താവും അപ്പോസ്തലന്മാരും നമുക്ക് തരുന്നുണ്ട്. അത് ആഴത്തിൽ പഠിച്ചെടുക്കാനാണ് ഞാൻ നിങ്ങളെ ബുദ്ധി ഉപദേശിക്കുന്നത്. അതുകൊണ്ട് പുതിയ നിയമം എസ്പെഷ്യലി നമ്മൾ വായിച്ച് പഠിക്കുക. ഒരച്ചാരൻ എന്നോട് ചോദിച്ചു, കരപൂരണയാഗം എന്നാൽ എന്തെന്ന്. സത്യം പറഞ്ഞ് എനിക്കറിയത്തില്ലായിരുന്നു. ഞാൻ എൻ്റെ ഒരു സ്നേഹിതനായ കർത്താവിൻ്റെ ദാസനോട് ചോദിച്ചിട്ടാണ് അതിൻ്റെ മറുപടി പറഞ്ഞു കൊടുത്തത്. കരപൂരണയാഗം എന്ന് പറഞ്ഞാൽ എന്താ ഭാഷ? ചോദ്യം കേട്ട് കഴിഞ്ഞാൽ പുള്ളി അത് കരപൂരണയാഗം നടത്താൻ പോകണമെന്ന് തോന്നിപ്പോകും. ഹല്ലേലൂയ. ഞാൻ അദ്ദേഹത്തെ അധിക്ഷേപിക്കുകയും കളിയാക്കുകയും ചെയ്യുകയല്ല. ഒക്കെ പഠിക്കുന്നത് നല്ലതാന്നേ, ഒക്കെ പഠിക്കുന്നത് നല്ലതാണ്. പക്ഷേ കാഹളം ധ്വനിക്കാൻ നേരമായി. കരപൂരണയാഗം വെച്ചുകൊണ്ടിരുന്ന കാഹളം ധ്വനിക്കുമ്പോൾ നമ്മളിവിടെ കിടക്കും. ഇവിടെ എന്ത് വേണം? ഉണർന്നിരിപ്പിൻ, ഒരുങ്ങിയിരിപ്പിൻ, സദാകാലം ഉണർന്നും പ്രാർത്ഥിച്ചുകൊണ്ടിരിപ്പിൻ. മണവാളം വരുമ്പോൾ മണവാട്ടി ഒരുങ്ങിയിരിക്കണം. 10 കന്യകാമാരുടെ ഉപമ എന്താ പഠിപ്പിക്കുന്നത്? ഒരുങ്ങിയിരുന്നവരോടുകൂടി മണിയറയിൽ പ്രവേശിച്ചു. ഒരുങ്ങാത്തവരോ കൈവിടപ്പെട്ടു പോയി. കൈവിടപ്പെട്ടു പോയാലോ യേശുക്രിസ്തു വരുമ്പോൾ അവൻ്റെ മണവാട്ടി പദത്തിലേക്ക് ചേർക്കപ്പെടും ഓട്ടോമാറ്റിക്കായിട്ട്. പിന്നത്തെ കാര്യമൊന്നും പറയാതിരിക്കാൻ നല്ലത്. റോഡ് ടാർ ചെയ്യുമ്പോൾ റോളറിട്ട് ഉരുട്ടുന്ന പോലെ നമ്മുടെ മണ്ടയ്ക്കിട്ട് ഉരുട്ടും അവൻ. അപ്പോഴാണ് അയ്യോ സാമ്പാസ്റ്റർ പറഞ്ഞതാ കേട്ടോ പല പ്രാവശ്യം, ഞങ്ങളത് കേട്ടില്ല നന്ന് വിലപിക്കേണ്ടി വരും. അതുകൊണ്ട് ഇന്നീ പറയുന്നേ, എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഞാൻ ഈ പറയുന്നത് ഗൗരവമായിട്ട് എടുക്ക്. നിസ്സാരമായിട്ട് തള്ളിക്കളയല്ലേ. വളരെ ഗൗരവത്തോടെ നമ്മൾ പഠിക്കുന്നത്. ഹിമാലയ പർവ്വതം പോലെ ഒരു വലിയ സബ്ജക്റ്റാണ് നമ്മളെടുത്ത് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. സ്വന്തം നിരൂപണങ്ങളിൽ മനുഷ്യർ വ്യർത്ഥരായി പോയി. മെഥൂശലഹിന്റെ ആയുസ് 969 എന്നുള്ളത് 120 മാറി. എത്ര കുറവ് സംഭവിച്ചു! 100 ചില്ലുവാനം വയസ്സ് മനുഷ്യന്റെ ഒറ്റയടിക്ക് മാറിയില്ലേ ബോധിച്ചതോട് നടന്നപ്പോ. ഇത് നിസ്സാരമായിട്ട് നമുക്ക് കാണാൻ പറ്റുമോ? നിസ്സാരമായിട്ട് ഇത് കാണാൻ പറ്റുമോ? ഇതൊരു സില്ലി മാറ്ററായിട്ട് നമുക്ക് കാണാൻ പറ്റുമോ? നമ്മളങ്ങനെ കണ്ടുകൊണ്ടിരിക്കുക. നമുക്ക് ഇതൊന്നൊരു വിഷയമില്ല. എത്ര കേട്ടാലും ഇതൊന്നൊരു വിഷയമല്ല. ദൈവത്തിന്റെ പരമാധികാരത്തിൽ ദൈവം ചെയ്ത ഒരു വലിയ കാര്യമാണത്. ഇവിടെ 50-60 ആയപ്പോൾ തന്നെ കിറിഞ്ചി നടക്കുന്ന ഓരോരുത്തർ. നടക്കാൻ വയ്യ, ഇരിക്കാൻ വയ്യ, കിടക്കാൻ വയ്യ. മരുന്നും വൈദ്യനും ഒക്കെ ആയിട്ട് പോവുക. മരുന്നില്ലെങ്കിൽ വിശ്വാസികളെല്ലാം ചത്തൊടുങ്ങുമെന്ന് അതിൻ്റെ ചിന്ത. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, തങ്ങൾക്ക് ബോധിച്ചതുപോലെ നടന്നു. സ്വന്തം നിരൂപണങ്ങളിൽ അവർ വ്യർത്ഥരായി മാറി. അതിൻ്റെ പരിണിത ഫലം കന്നുകാലികളെ പോലെ ആയിത്തീർന്ന പൗലോസ് പഠിപ്പിച്ചത്. ഈ പൂച്ചയും പട്ടിയൊക്കെ ചെയ്യുന്ന പോലെ ചെയ്യാൻ തുടങ്ങി. പൂച്ചയ്ക്കും പട്ടിക്കും വിവരമുണ്ടോ? ബോധമുണ്ടോ? പശുവിനും കാളയ്ക്കും ഇതിനൊക്കെ ബോധമുണ്ടോ? ഇല്ല. ആ നിലവാരത്തിലേക്ക് ആധുനിക മനുഷ്യൻ തീർന്നെന്ന് പറഞ്ഞാൽ മെൻപാസ എഡിക്കരുടെ അനിമൽ, വിവേകമുള്ള മൃഗമായി. കോട്ടൺ ടൈയൊക്കെ കെട്ടിയിട്ടുണ്ട്, വിവേകമുള്ള മൃഗമാണ്. ഞങ്ങളെ അയോവൃദ്ധനായൊരു ദിവസം പറഞ്ഞത് ഇങ്ങനെയാണ്. ഡൽഹിയിലൊക്കെ ചെന്നാൽ, ഇന്ത്യയുടെ പല ഭാഗങ്ങളിലും ഉള്ളത്, കോട്ടൺ ടൈയും കെട്ടി കോടതി പോകുന്നതിന് മുമ്പ് പശുവിൻ്റെ ചന്തിക്കിട്ട് ഒരു അടിയടിച്ച് ഇച്ചിരി വൈക്കോല് കൊടുത്തിട്ട് ചന്തിക്ക് അടിയടിച്ചിട്ട് പശു മൂത്രം ഒഴിക്കുമ്പോൾ അത് കൈകൊണ്ട് കുടിച്ചിട്ടാണ് കോടതിയിൽ പോണത്. ആരാ? വക്കീലും ജഡ്ജും ഒക്കെ. മെൻബാസ എഡിക്കരുടെ അനിമൽ, വിവേകമുള്ള മൃഗം. മൃഗങ്ങളെ ദൈവങ്ങളായിട്ട് കാണുന്നു. ഇവിടെ പറയുന്നുണ്ടല്ലേ, മനുഷ്യൻ, പക്ഷി, നാൽക്കാലി, ഇഴജാതി
എന്നിവിടെ രൂപസാദൃശ്യമാക്കി ദൈവത്തെ അവർ മാറ്റി. എന്തുകൊണ്ട്? സ്വന്തം നിരൂപണങ്ങളിൽ തങ്ങൾക്ക് ബോധിച്ചതുപോലെ. 3 കാര്യങ്ങളാണ് എനിക്ക് കർത്താവ് അതിലൂടെ ഒരു പ്രകാശനം തന്നത്. അത് 3 ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. സ്വന്തം നിരൂപണങ്ങളിൽ വ്യർത്ഥരായി മാറി, ആയുസ് കുറഞ്ഞു. സ്വന്തം നിരൂപണങ്ങളിൽ വ്യർത്ഥരായപ്പോൾ സംഭവിച്ചെന്താ? മൃഗം, പക്ഷി, മനുഷ്യൻ, പക്ഷി, നാൽക്കാലി, ഇഴജാതി എന്നിവയുടെ രൂപസാദൃശ്യമാക്കി ദൈവത്തെ മാറ്റി. ബോധിച്ചതുപോലെ നടന്നപ്പോൾ എന്ത് പറ്റി? ആയുസ് കുറച്ചു. ആയുസ് കുറഞ്ഞു പോയി. 120 സംവത്സരമാകുമെന്ന് ദൈവം പറഞ്ഞു. ദൈവത്തിൻ്റെ സൃഷ്ടികളോട് ദൈവത്തിന് പരമ അധികാരമുണ്ട്. കർത്താവ് പറഞ്ഞു, സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരം എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. നമ്മൾ സേവിക്കുന്നത് അധികാരമുള്ള ദൈവത്തെയാണ്. ആധികാരികമായി ദൈവവചനം നമ്മുടെ കയ്യിൽ തന്നിരിക്കുക. അവൻ അധികാരമുള്ളവനായിട്ട് അത്രേ അവരോട് സംസാരിച്ചത്. ഇന്ന് ലോകത്തെ പല മഹാരഥന്മാരും സംസാരിക്കുന്ന അധികാരമുള്ളവരായിട്ടല്ല. അവരുടെ ഭാവനകളും അവരുടെ കണക്കൂട്ടലുകളും അവരുടെ സങ്കല്പങ്ങളുമാണ് ഡാർവിനും പിന്നെ സോക്രട്ടീസും അരിസ്റ്റോട്ടിലും പിന്നെ ലെനിനും അങ്ങനെ വലിയ വലിയ മഹാന്മാരെന്ന് ലോകം പാടി പുകഴ്ത്തുന്നവർ അവരുടെ അഭിപ്രായങ്ങളാണ് അവർ പറഞ്ഞിരിക്കുന്നത്. അതൊന്നും ആധികാരികമായിട്ടുള്ളതല്ല. എന്നാൽ സ്വർഗത്തിലെ ദൈവം ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു എന്ന് പറഞ്ഞാൽ ആധികാരികമായിട്ടാണ് പറയുന്നത്. യഹോവയായ ദൈവം ഇപ്രകാരം അരുളി ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ ആധികാരികമായിട്ടാണ് പറയുന്നത്. ആ പറയുന്നതിനെ നമ്മൾ തിരസ്കരിച്ചാൽ, നാടൻ ഭാഷയിൽ പറഞ്ഞാൽ വിവരമറിയും, അതിൻ്റെ പ്രത്യാഘാതം സ്വത്രം വലുതായിരിക്കും. ഇറാന് ഇസ്രായേൽ കൊടുത്തൊരു താക്കീത് ഞാൻ കേട്ടിട്ട് ഞെട്ടിപ്പോയി. ഈ യുദ്ധം നടക്കുമ്പോൾ ഞങ്ങളെ ആക്രമിച്ചാൽ നിങ്ങൾക്കെതിരെയുള്ള ഞങ്ങൾക്കുടെ തിരിച്ചടി ഭയാനകമായിരിക്കും, നിങ്ങൾക്കത് താങ്ങാനുള്ള കെൽപ്പുണ്ടാകത്തില്ല. അവർ പറഞ്ഞതാ. കാരണം നമ്മളത് കണ്ടിട്ടുണ്ട് പലപ്പോൾ. ഹമാസും ഹിസ്ബുള്ളയും അതുപോലെ ഭീകര സംഘടനകളൊക്കെ തകർത്ത് തരിപ്പണമാക്കി വളരെ ശക്തിയോടെ അവർ മുന്നോട്ട് പോവുക. ഇനിയും അവർക്ക് യുദ്ധം ചെയ്യാനുള്ള ശക്തി അവർക്കുണ്ടെന്ന് പറഞ്ഞാൽ എന്താ അതിൻ്റെ അർത്ഥം? അതാണ് ഗോഡ്സ് പീപ്പിൾ എന്ന് പറഞ്ഞാൽ, ദൈവത്തിൻ്റെ ജനമെന്ന് പറഞ്ഞാൽ. ദൈവത്തിൻ്റെ ജനത്തിന് അങ്ങനെ ഒരു പ്രത്യേകത ഉണ്ട്. അവരുടെ ബ്ലൈൻഡ് പീപ്പിൾസ് ആണെങ്കിലും അവരുടെ കണ്ണടഞ്ഞിരിക്കുകയാണെങ്കിലും ദൈവം പക്ഷി ചുറ്റി പറക്കുന്നത് പോലെ അവരെ സംരക്ഷിക്കുന്നു എന്നാണ് പ്രവാചക ശബ്ദം. ദൈവത്തിൻ്റെ ഒരു കരുതൽ, ദൈവത്തിൻ്റെ ഒരു ഇടപെടൽ അവർക്ക് എപ്പോഴും ഉണ്ട്. അതും ദൈവവചനത്തിലെ പ്രാവചനിക വിഷയങ്ങളാണ്. ഞാൻ അങ്ങോട്ട് പോകുന്നില്ല. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, സ്വന്തം നിരൂപണങ്ങളിൽ വ്യർത്ഥരായി മാറി, തങ്ങൾക്ക് ബോധിച്ചതുപോലെ നടന്നു. പരിണിതഫലം വെള്ളത്തിൽ മുക്കിക്കൊന്നല്ലാത്തിനും. ശരിയല്ലേ? ഇനി അടുത്തത് ഉൽപ്പത്തി പുസ്തകം 11-ാം അധ്യായത്തിൻ്റെ 4-ാമത്തെ വാക്യത്തിലേക്ക് ഞാൻ വരുന്നു. 11-ന്റെ 4. സ്തോത്രം സ്തോത്രം. ഇതൊക്കെ വളരെ ശ്രദ്ധിച്ച് പഠിക്കേണ്ട കാര്യങ്ങളാണ്. 11-ാം അധ്യായത്തിൻ്റെ 4-ാമത്തെ വാക്യത്തിലേക്ക് ഒന്നോട്ട് വായിക്കാം. മനുഷ്യൻ ഭൂമിയിലൊക്കെയും ഒരേ ഭാഷയും ഒരേ വാക്കുമായിരുന്നു. എന്നാൽ അവർ കിഴക്കോട്ട് യാത്ര ചെയ്ത് ശീനാർ ദേശത്ത് ഒരു സമഭൂമി കണ്ട് അവിടെ കുടുങ്ങി. അവർ തമ്മിൽ വരുവിൻ, നാം ഇഷ്ടിക അറുത്ത് ചുടുക എന്ന് പറഞ്ഞു. അങ്ങനെ അവർ ഇഷ്ടിക കല്ലായും പശമണ്ണ് കുമ്മായമായും ഉപയോഗിച്ചു. ഇവിടെ ഇടുക്കി ഡാം പണിതിരിക്കുന്നത് കുമ്മായം കൊണ്ടാണെന്ന് പറഞ്ഞാൽ വിശ്വസിക്കുമോ? ഇന്നത്തെ നമ്മുടെ സിമെൻറ്റും കുമ്മൻറ്റും ഒക്കെ ആണെങ്കിൽ പണ്ടേ പൊട്ടിപ്പൊളിഞ്ഞ് നശിച്ചു പോയല്ലേ. ബ്രിട്ടീഷുകാർ അവർ കുറേ ഭക്തന്മാരായിരുന്നു കുറേ പേര്. ഇപ്പോൾ ആ ഭക്തിയൊക്കെ പോയി, എല്ലാം നിരീശ്വരവാദികളായി. പോട്ടെ. അപ്പോൾ പാശയും ഇഷ്ടിക കല്ലായും പശമണ്ണ് കുമ്മായമായും ഉപയോഗിച്ചു. വരുവിൻ, നാം ഭൂതലത്തിലെങ്ങും ചിതറിപ്പോകാതിരിപ്പാൻ ഒരു പട്ടണവും ആകാശത്തോളം എത്തുന്ന ഒരു ഗോപുരവും പണിക, നമുക്കൊരു പേരുണ്ടാക്കുക എന്നവർ പറഞ്ഞു. സൂത്രം. അപ്പൊ ദൈവം അവരോട് എന്താ പറഞ്ഞത്? നിങ്ങൾ ഭൂമിയിലൊക്കെയും പോയി നോഹയുടെ കൊച്ചുമക്കളായ ഷേം, ഹാം, യാഫേത്ത് അവരോടും
ഒക്കെ പോയി പറഞ്ഞത് നിങ്ങൾ ഭൂമിയിലൊക്കെയും പോയി നിറവിൻ, ഭൂവാസികളോട് നിറയാൻ പറഞ്ഞു. ഭൂമിയിൽ ജനം പെരുകേണ്ടതിന് ദൈവം അവരെ അനുഗ്രഹിച്ചു. ഭൂമിയിലെങ്കും നിറഞ്ഞു വരാനായിട്ട് പറഞ്ഞു. അവരെന്ത് ചെയ്യുക? വരുവിൻ നാം ഭൂതലത്തിലൊക്കെയും ചിതറിപ്പോകാതിരിക്കാൻ. നിങ്ങൾ ഭൂമിയിലൊക്കെയും പോയി ചിതറി പെറ്റുപെരുകി അനുഗ്രഹിക്കപ്പെടാൻ പറഞ്ഞു. അവരെന്ത് ചെയ്തു? ഭൂതലത്തിലേക്കും ചിതറിപ്പോകാതൊരു പട്ടണം ഉണ്ടാക്കി ആകാശത്തോളം എത്തുന്ന ഒരു ഗോപുരവും പണിയുക, നമുക്ക് ഒരു പേരുണ്ടാക്കുക എന്ന് പറഞ്ഞു. ഇന്നത്തെ പ്രസ്ഥാനങ്ങളൊക്കെ അങ്ങനെയാണോ എന്ന് ചിന്തിച്ചു പോവുക. ഓരോ പേരുണ്ടാക്കി മേലാളന്മാരായിട്ടിരുന്ന് ഭരണം നടത്തുക. തലതിരിഞ്ഞ ഭരണം. കോടതിയും കേസും വഴക്കും ഒന്നും അവർക്ക് നിയന്ത്രിക്കാൻ കഴിയുന്നില്ല. തിരുവത്താഴത്തിന് വേണ്ടി മേശയെ ഒരുക്കി അപ്പവീഞ്ഞുകൾ ഒരുക്കി വെച്ചിട്ട് കൂട്ടടി. ഇതൊക്കെ എന്തിനെ വിളിച്ചറിയിക്കുന്നു? നേതൃത്വ നിരകളുടെ ജീർണിച്ച അവസ്ഥയാണ്. അഹരോൻ ലീഡർഷിപ്പ് അല്ലെങ്കിൽ നിക്കോദിമോസിന്റെ ലീഡർഷിപ്പുകാരാ. ദൈവരാജ്യം സ്വർഗരാജ്യം എന്നൊരു കൺസെപ്റ്റ് അവർക്കില്ല. കർത്താവ് നിക്കോദിമോസിനോട് എന്താ പറഞ്ഞത്? ഇസ്രായേലിന്റെ ഉപദേഷ്ടാവായിട്ടും നീ ഇത് അറിയുന്നില്ലല്ലോ. പുതുതായി ജനിച്ചില്ലെങ്കിൽ ആർക്കും ദൈവരാജ്യം കാണുവാൻ കഴിയുന്നില്ല. നിക്കോദിമോസിന് അത് മനസ്സിലായില്ല. അതുപോലെ സ്വർഗരാജ്യത്തെക്കുറിച്ചും ദൈവരാജ്യത്തെക്കുറിച്ചുമുള്ള ചിന്തകൾ ഇന്നത്തെ ലീഡർഷിപ്പ് ചെയ്യുന്ന പാസ്റ്റർമാർക്ക് പലരിലും ഇല്ലെന്ന് തോന്നിപ്പോവുക അവരുടെ പ്രവൃത്തികൾ കണ്ടതിന് ശേഷം. അതുകൊണ്ടാണല്ലോ ഈ ലോകം ഭരിക്കാൻ പോകുന്നത്. പഞ്ചായത്തും കോർപ്പറേഷനൊക്കെ ഭരിക്കാനുള്ള എന്ത് അവകാശം നമുക്കുള്ളത്? നമ്മൾ ഈ ലോകക്കാരല്ലല്ലോ. നിങ്ങൾ ലോകക്കാരായിരിക്കാൻ വേണ്ടി ലോകത്തിൽ നമ്മൾ തിരഞ്ഞെടുത്തെന്നല്ലേ എഴുതിയിരിക്കുന്നത്. സ്തോത്രം സ്തോത്രം. ഇവിടെ എന്താ എഴുതിയിരിക്കുന്നത്? വരുവിൻ ഭൂതലത്തിലൊക്കെ ചിതറിപ്പോകാതിരിപ്പാൻ ഒരു പട്ടണവും ആകാശത്തോളം എത്തുന്ന ഒരു ഗോപുരവും ഉണ്ടാക്കുക, നമുക്കൊരു പേരും ഉണ്ടാക്കുക. എല്ലാവരും ഓരോ പേരുണ്ടാക്കി ഓരോ പ്രസ്ഥാനം ഉണ്ടാക്കി അവിടെ തലപ്പത്തിരുന്ന് ഭരണം നടത്തുക. എന്ത് ഭരണം നടത്തുക? ഈ ജനത്തെ കർത്താവിൻ്റെ ഒരു വേണ്ടി ഒരുക്കുന്നുണ്ടോ? നിത്യതയ്ക്ക് വേണ്ടി ഒരുക്കുന്നുണ്ടോ? ഉപദേശം കൊണ്ട് അവരെ ശുദ്ധീകരിച്ചെടുക്കുന്നുണ്ടോ? സ്വർഗരാജ്യത്തിന് വേണ്ടി ദൈവരാജ്യത്തിന് വേണ്ടി ഒരുക്കുന്ന എത്ര ശുശ്രൂഷകന്മാരുണ്ട്, എത്ര സഭകളുണ്ട്, എത്ര ആത്മീയ കൂടിവരവുകളുണ്ട്. ഹല്ലേലൂയ, സ്തോത്രം സ്തോത്രം. നമുക്കൊരു പേരുണ്ടാക്കുക. പരിണിത ഫലം എന്ത് സംഭവിച്ചു? പരിണിത ഫലം എന്താ സംഭവിച്ചേ? സ്വർഗത്തിലെ ദൈവം അവരുടെ സംരംഭത്തെ പൊളിച്ചു കളഞ്ഞു. ആ പട്ടണത്തെ ആ ഗോപുരം പണിയുന്ന ദൗത്യത്തിൽ നിന്ന് അവരെ ഭാഷ കലക്കി ആ ദൗത്യത്തിൽ നിന്ന് അവരെ മാറ്റിക്കളഞ്ഞു. അതുപോലെ ദൈവത്തെ കൂടാതെ ഏത് ജാതിയാണെങ്കിലും ഏത് ഗോത്രമാണെങ്കിലും ഏത് ഭാഷയാണെങ്കിലും ഏത് വംശക്കാരനാണെങ്കിലും ഏത് രാജ്യക്കാരനാണെങ്കിലും എന്തൊക്കെ പണിതു കൂട്ടിയാലും ദൈവത്തെ കൂടാതെയുള്ള പണികളെല്ലാം ദൈവം പൊളിച്ചു കളയും. യാതൊരു സംശയവുമില്ല. ആധുനിക മനുഷ്യൻ, ഞാനിങ്ങനെ കേട്ടു, എൻ്റെ കൃത്യമായ വർഷം എനിക്കറിയാതെ മറന്നുപോയി, 2040-30 ആണെന്നാണ് തോന്നുന്നത്. 40 മമ്മികളെ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് ഇസ്രയേലിലൊക്കെ. ഇസ്രയേലല്ല, ഈജിപ്തിൽ ലെനിൻ്റെ ഡെഡ് ബോഡിയും സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. ഡെഡ് ബോഡിക്ക് ജീവൻ കൊടുക്കുന്ന കാലം വരുന്നു. മരിച്ചുപോയ മനുഷ്യന് ജീവൻ കൊടുക്കുന്ന കണ്ടുപിടുത്തങ്ങൾ വരെ സംഭവിക്കാൻ പോകുന്നു എന്നാണ് പറയുന്നത്. ഒന്നും ചൊവ്വായി പോകുമെന്ന് തോന്നുന്നില്ല. ചൊവ്വായി പോകാൻ പറ്റും, ഈ പറഞ്ഞ കാര്യം ചൊവ്വായി പോകുമെന്ന് തോന്നുന്നില്ല. കാരണം ജീവനെ നൽകിയത് ദൈവമാണ്. അതിന് കൃത്രിമ ജീവൻ നൽകാനായിട്ട് പറ്റത്തില്ല. ഓക്സിജൻ കൊടുത്ത് നിലനിർത്താമെന്ന് മാത്രമേ ഉള്ളൂ. ഫ്രഷായിട്ടൊരു പുതിയ ജീവനെ കൊടുക്കാൻ പറ്റൂ. എനിക്കറിയത്തില്ല അതിനെക്കുറിച്ച്. കൊത്തി മുറത്തി കയറി കൊത്തുന്ന കോഴിയെ കശാപ്പ് ചെയ്യുമെന്ന് പണ്ടൊരു പാർശ്വ പ്രസംഗം ചെയ്യാൻ കേട്ടിട്ടുണ്ട്. ദൈവത്തിൻ്റെ പരമാധികാരത്തെ ചോദ്യം ചെയ്യാൻ മനുഷ്യൻ പോയാൽ ദൈവത്തിൻ്റെ ശിക്ഷ കഠിനമായിരിക്കും. ഇസ്രായേൽ പറഞ്ഞ പോലെ താങ്ങാൻ പറ്റാത്ത ശിക്ഷയായിരിക്കും മാനജാതിയുടെ മേൽ ദൈവം അയക്കാൻ പോകുന്നത്. ഒരുപക്ഷെ ദൈവസഭ മാറ്റപ്പെട്ടാൽ ഈ യെഹൂദക്രിസ്തുവിൻ്റെ കിരാത ഭരണത്തിൽ ഇങ്ങനെയുള്ള കൂട്ടരെല്ലാം കിടന്ന് ഞെരിഞ്ഞമരുമെന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു. എൻ്റെ ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന ആരും കൈവിടപ്പെട്ടു പോകുന്നവരുടെ കൂട്ടത്തിലായി പോകരുത്. മരിക്കുന്നതിന് മുമ്പ് രക്ഷാനുഭവം പ്രാപിച്ച് ഉയർത്തെഴുന്നേറ്റ് വരാനോ രൂപാന്തരം പ്രാപിക്കാനോ
ഉള്ള ആത്മീയ നിലവാരത്തിലുള്ള ഒരു ക്രിസ്ത്യ ജീവിതം നിങ്ങൾ നയിച്ചു കൊള്ളണം എന്ന് കർത്താവിൻ്റെ നാമത്തിൽ ഞാൻ ഓർപ്പിക്കുന്നു. അപ്പോൾ 3 കാര്യങ്ങളാണ് നമ്മൾ പഠിച്ചത്. തങ്ങളുടെ നിരൂപണങ്ങളിൽ വ്യർത്ഥരായി തീർന്നു. അതിനെക്കുറിച്ച് നമ്മൾ പഠിക്കാൻ പോവുക. പിന്നെ നമ്മൾ പഠിച്ചത് എന്താണ്? നോഹയുടെ കാലത്ത് തങ്ങൾക്ക് ബോധിച്ചതുപോലെ നടന്നു. നാം നമുക്കൊരു പട്ടണം ഉണ്ടാക്കാമെന്ന് പറഞ്ഞു, നാം നമുക്കൊരു പേരുണ്ടാക്കാമെന്ന് പറഞ്ഞു. ഇവിടെയെല്ലാം മനുഷ്യൻ്റെ തകർച്ചകളാണ് പുസ്തകത്തിൽ നിന്ന് നമുക്ക് പഠിച്ചെടുക്കാൻ കഴിയും. ഞാനിതൊക്കെ പഠിച്ച് ഭയന്ന് വിറച്ചു പോവുക ചെയ്യും. കാരണം ദൈവത്തിൻ്റെ പ്രവൃത്തിയെ മനസ്സിലാക്കാതെ, വചനത്തിലൂടെ ഈ കാര്യങ്ങളെ നമ്മൾ ഗ്രഹിക്കാതെ നമ്മൾ എങ്ങനെ നമുക്ക് മുൻപോട്ട് പോകാൻ കഴിയും? ഇത് ദൃഷ്ടാന്തമായിട്ട് പുസ്തകത്തിൽ കിടക്കുക, ഇത് ബുദ്ധിയുപദേശമായിട്ട് നമുക്ക് എഴുതി തന്നിരിക്കുക. ഇത് വായിച്ചു പഠിച്ച് ഇതിൽ നിന്ന് ബുദ്ധിയുപദേശം എടുത്ത് നമ്മുടെ ജീവിതത്തെ ചിട്ടപ്പെടുത്തിയില്ലെങ്കിൽ നമ്മുടെ ജീവിതം തകർന്ന് തരിപ്പണമായി പോകും. പ്രിയമുള്ളവരെ, സ്തോത്രം. ഇനി ഞാൻ റോമാലേഖനത്തിലേക്ക് വരിക, ആ പഠനത്തിലേക്ക് വരിക. സ്തോത്രം. അപ്പോൾ ഇവിടെ എഴുതിയിരിക്കുന്നത് ശ്രദ്ധിച്ച് പഠിച്ചാൽ തങ്ങൾക്ക് ഒരു വ്യർത്ഥരായി തീർന്നു. അവരുടെ വിവേകമില്ലാത്ത ഹൃദയം ഇരുണ്ടുപോയി. ഹൃദയം ഇരുണ്ടുപോയി, ഹൃദയം ഡാർക്കായിപ്പോയി. ഹൃദയത്തിലാണ് പ്രകാശനം തരുന്നത്. ഹൃദയത്തിലാണ് ദൈവം അഭിഷേകത്തിൻ്റെ ശക്തി അയച്ചു തരുന്നത്. ഹൃദയത്തെയാണ് ദൈവം ഉണർത്തുന്നത്. ഹൃദയത്തിലാണ് ദൈവം ഹീലിംഗ് തരുന്നത്, ഇന്നർ ഹീലിംഗ്. ഹൃദയത്തെയാണ് ദൈവം ഉണർത്തിയെടുക്കുന്നത്, ഒരുക്കിയെടുക്കുന്നത്. ദൈവത്തിൻ്റെ ഇടപെടൽ മനുഷ്യന്റെ ഹൃദയത്തിൽ ഉണ്ടാകുന്നു. ആ ഹൃദയം എന്ത് ചെയ്തു? സ്വന്തം നിരൂപണങ്ങളിൽ അവർ വ്യർത്ഥനായപ്പോൾ അവരുടെ ഹൃദയം വിവേകമില്ലാത്തതായിപ്പോയി. അതാണ് ഞാൻ പറഞ്ഞ മെൻബാസ എഡിക്കൽ അനിമൽ വിവേകമുള്ളൊരു മൃഗമായി മാറി. ഈ ലോകത്തിൻ്റെ വിവേകവും തിരിച്ചറിവുകളൊക്കെ ഉണ്ട്. മൊബൈൽ ഫോൺ ഓപ്പറേറ്റ് ചെയ്യാൻ, ചന്ദ്രനിൽ പോകാൻ, ആകാശത്തൂടി പറക്കാൻ, വാർക്രാഫ്റ്റ് ഉണ്ടാക്കി അതിൽ ബോംബ് മിസൈലായിട്ട് കൊണ്ടുപോയി അടിക്കാൻ, അടിച്ചു കൊല്ലാൻ, അന്തർവാഹിനി ഉണ്ടാക്കാൻ, കപ്പലുകളിലുള്ള യാത്ര, വിമാനയാത്ര, ഭൂമിയുടെ അടിയിൽ കൂടിയുള്ള യാത്ര, മോളിൽ കൂടിയുള്ള യാത്ര എന്ന് വേണ്ട കണ്ടുപിടുത്തങ്ങളുടെ ഒരു വലിയ ഘോഷയാത്ര തന്നെ മനുഷ്യൻ നടത്തി. ഇതെല്ലാം നല്ലതാണെങ്കിലും ഒരു മനുഷ്യൻ സർവ്വലോകം നേടിയാലും അവൻ്റെ ആത്മാവിനെ നഷ്ടമായാൽ എന്ത് പ്രയോജനം? എന്ത് പ്രയോജനം? നമ്മൾ മനസ്സിലാക്കണം. തങ്ങളുടെ നിരൂപണങ്ങളിൽ അവർ വ്യർത്ഥരായി തീർന്നു. അവിടെ വിവേകമില്ലാത്ത ഹൃദയം ഇരുണ്ടുപോയി. ജ്ഞാനികളെന്ന് പറഞ്ഞുകൊണ്ട് അവർ മൂഢന്മാരായിപ്പോയി. അക്ഷയനായ ദൈവത്തിൻ്റെ തേജസ്സിനെ അവർ ക്ഷയമുള്ള മനുഷ്യൻ, പക്ഷി, നാൽക്കാലി, ഇഴജാതി എന്നിവിടെ രൂപസാദൃശ്യമാക്കി മാറ്റിക്കളഞ്ഞു. ദൈവത്തെ ആരായി കണ്ടു? മനുഷ്യനായി കണ്ടു, പക്ഷിയായി കണ്ടു, നാൽക്കാലിയായി കണ്ടു, ഇഴജാതിയായി കണ്ടു. കഴുത്തി തൂക്കിയിട്ട് കിടക്കുന്നത് ദൈവം, പുല്ല് തിന്നുന്നത് ദൈവം, പറന്നു പോകുന്നത് ദൈവം. മനുഷ്യ ദൈവങ്ങൾക്ക് പിന്നെ കയ്യും കണക്കുമില്ല. രാഷ്ട്രീയ പാർട്ടിക്കാരുടെ നേതാക്കന്മാരെല്ലാം അണികൾക്ക് ദൈവം. സിനിമ കാണുന്ന സിനിമാ പ്രേമികൾക്ക് അവരുടെ നടന്മാര്, സെലിബ്രിറ്റികൾ, അവര് ദൈവം. ഓരോരുത്തരുടെ പേര് വെച്ചുള്ള ദൈവങ്ങളാക്കി തീർന്നു. തമിഴ്നാട്ടില് പൊളിറ്റിക്കൽ ലീഡർമാരും ആരെങ്കിലുമൊക്കെ മരിച്ചു കഴിഞ്ഞാൽ സൂയിസൈഡ് ചെയ്തുകളെ അവർ തീ കൊളുത്തിച്ചാവും, വെള്ളത്തിൽ ചാടിച്ചാവും, കുത്തിച്ചാവും, വിഷം കരിച്ച് ചാവും ഒക്കെ ചെയ്യും അവർ. കാരണം മനുഷ്യനെ ദൈവങ്ങളായി കണ്ടു എന്നുള്ളതിൻ്റെ ഒരു ദൃഷ്ടാന്തമാണത്. എത്ര കറക്റ്റാണ് വചനം. തങ്ങളുടെ നിരൂപണങ്ങളിൽ വ്യർത്ഥരായപ്പോൾ സംഭവിച്ചത് ഹൃദയം ഇരുണ്ടുപോയി, വിവേകം നഷ്ടപ്പെട്ടു, പിന്നെ മനുഷ്യൻ മൂഢനായി. ദൈവത്തിൻ്റെ തേജസ്സിനെ ക്ഷയമുള്ള മനുഷ്യൻ, പക്ഷി, ക്ഷയിച്ചു പോകുന്ന മനുഷ്യൻ, പക്ഷി, നാൽക്കാലി, ഇഴജാതി. മൂക്കിൽ ജീവശ്വാസമുള്ള മനുഷ്യനെ വിട്ടൊടുവീൻ. പണ്ട് ഒരു പ്രായമുള്ള അമ്മച്ചി മരിച്ചപ്പോൾ വയോവൃദ്ധനായ ഒരു പാസ്റ്റർ പറഞ്ഞു, ഇനി ഈ അമ്മയെ ഞാൻ വിശ്വസിക്കാം. എന്താ കാര്യം? മൂക്കിൽ നിന്ന് ശ്വാസം പോയി. അപ്പം മൂക്കിൽ ജീവശ്വാസമുള്ള മനുഷ്യനെ വിട്ടൊടിയാനാ പറയുന്നത്. മനുഷ്യനെ ദൈവമായിട്ട് ആരാധിക്കുന്ന അധപ്പതിച്ചു പോയ മനുഷ്യൻ, വിവേകമുള്ള മനുഷ്യൻ. അതുകൊണ്ട് എന്ത് സംഭവിച്ചു?
അതുകൊണ്ട് ദൈവം അവരുടെ ഹൃദയങ്ങളിലെ മോഹങ്ങളിൽ സ്വന്തം ശരീരങ്ങളെ തമ്മിൽ തമ്മിൽ അപമാനിക്കേണ്ടതിന് ഏൽപ്പിച്ചു. അപമാനിക്കേണ്ടത് എന്തിന്? അശുദ്ധിയിൽ ഏൽപ്പിച്ചു. തങ്ങളുടെ നിരൂപണങ്ങളിൽ വ്യർത്ഥരായി പോയപ്പോൾ സംഭവിച്ചത് എന്താണ്? വിവേകമില്ലാത്തൊരു ഹൃദയം അവർക്ക് കിട്ടി. ആ ഹൃദയം ഇരുണ്ടുപോയി. അവർ മൂഢരായിപ്പോയി. അക്ഷയനായ ദൈവത്തിൻ്റെ തേജസ്സിനെ ദൈവത്തെ അവർ എങ്ങനെ കണ്ടു? മനുഷ്യനായി, പക്ഷിയായി, നാൽക്കാലിയായി, ഇഴജാതിയായി കണ്ടു. വടക്കേ ഇന്ത്യയിൽ ആൾ ദൈവങ്ങളുടെ ഒരു ഘോഷയാത്ര തന്നെയാണ്. ഇവിടെ ഇന്ത്യയിലാണ് ഏറ്റവും കൂടുതൽ. തുണി ഉടുക്കാത്ത ദൈവങ്ങൾ വരെ ഉണ്ട്. ഇപ്പോൾ വന്ന് കോണാനുടുത്ത് നടക്കുന്ന ദൈവങ്ങളുണ്ട്. ആരാധന മൂർത്തികളാണ്. വിഗ്രഹാരാധന എന്നുള്ളൊരു വിഷയം ചുമരിൽ എഴുതി വെച്ച ഒരു ഭക്തൻ എഴുതി വെച്ചത് മായ്ച്ചു കളഞ്ഞ ഹിന്ദു സഹോദരങ്ങളോട് ഒരു ഭക്തൻ ചോദിച്ചു, നിങ്ങളുടെ വേദസൂക്തത്തിലില്ലേ വിഗ്രഹത്തെ ആരാധിക്കുന്നവർ കഴുതകളാണെന്ന്? നിങ്ങൾ അതെങ്കിലും ഒന്ന് വായിച്ചിട്ട് ഒന്നും നന്നാകാൻ പാടില്ലെന്ന് അദ്ദേഹം ചോദിച്ചു. ഞാൻ ചോദ്യം കേട്ടപ്പോൾ ഞെട്ടിപ്പോയി. പ്രിയമുള്ളവരെ, നമ്മുടെ ഇന്ത്യ രാജ്യത്ത് നടക്കുന്ന പോലുള്ള വിഗ്രഹാരാധന ലോകത്തൊന്നുമില്ല. ആൾ ദൈവങ്ങളും മൃഗദൈവങ്ങളും പക്ഷി ദൈവങ്ങളും പാമ്പ് ദൈവങ്ങളും ദൈവങ്ങളുടെ ഒരു വലിയ ഘോഷയാത്ര. കണ്ട മൃഗങ്ങൾ മുഴുവൻ ദൈവങ്ങളാണ്. ഇതെന്ത് സംഭവിച്ചു എന്ന് ചോദിച്ചാൽ ഇതിൻ്റെ പിന്നിൽ വെളിപ്പാട് പുസ്തകം 12:9 ഭൂതലത്തെ മുഴുവൻ തെറ്റിച്ച് കളയുന്ന സാത്താൻ. ദൈവസൃഷ്ടിയായ മനുഷ്യനെ ദൈവത്തിൽ നിന്ന് തെറ്റിച്ച് ആൾ ദൈവങ്ങളിലേക്കും പാമ്പ് ദൈവങ്ങളിലേക്കും നാൽക്കാലി ദൈവങ്ങളിലേക്കും ഇഴജാതി ദൈവങ്ങളിലേക്കും പക്ഷി ദൈവങ്ങളിലേക്കും മനുഷ്യ ദൈവങ്ങളിലേക്കും മനുഷ്യനെ തെറ്റിച്ചു കൊണ്ടുപോയി നശിപ്പിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. ഇതിനെതിരെ നമുക്ക് പ്രാർത്ഥനയല്ലാതെ വേറൊന്നും ചെയ്യാനില്ല. ഈ മനുഷ്യർക്ക് സുബോധം കൊടുക്കണം ദൈവമേ എന്ന് പറഞ്ഞ് നമുക്ക് പ്രാർത്ഥിക്കാം. പെന്തക്കോസ്തുകാരുടെ ആൾ ദൈവങ്ങളുണ്ട്. ചില പാസ്റ്റർമാരെന്ന് പ്രസംഗിച്ചാലേ ചില വിശ്വാസികൾക്ക് അങ്ങോട്ട് ഏക്കത്തുള്ളൂ. എറണാകുളം പട്ടണത്തിൽ കുറേ പാസ്റ്റർമാർ കിടപ്പുണ്ട് അങ്ങനെ. ആൾ ദൈവങ്ങൾ, പെന്തക്കോസ്ത് ദൈവങ്ങൾ. ശുദ്ധമായ വചനം പ്രസംഗിക്കുന്നവരെ അവർക്ക് വേണ്ട. ചപ്പും ചവറും പറയുന്ന ഭൗതിക അനുഗ്രഹങ്ങൾ വാരിക്കോരി പ്രസംഗിക്കുന്നവരെ ദൈവങ്ങളായിട്ട് കാണുന്ന പെന്തക്കോസ്ത് സമൂഹമേ, നിങ്ങൾ ലജ്ജിക്കണം. ഇനിയെങ്കിലും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പത്യവചനവും ഭക്തിക്കൊത്ത് ഉപദേശവും പ്രസംഗിക്കുന്നവരെ നിങ്ങൾ ദൈവങ്ങളായിട്ട് കാണേണ്ട. ആ ഉപദേശം കേട്ട് അനുസരിച്ച് നിത്യതയ്ക്ക് വേണ്ടി പോകാൻ ഒരുങ്ങിക്കോ. എനിക്കതേ പറയാനുള്ളൂ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പം എന്തൊക്കെ സംഭവിച്ചു? അതുകൊണ്ട് തങ്ങളുടെ നിരൂപണങ്ങളിൽ വ്യർത്ഥനായപ്പോൾ എന്ത് സംഭവിച്ചു? വിവേകം നഷ്ടപ്പെട്ടു, ഹൃദയം ഇരുണ്ടുപോയി, ജ്ഞാനികളെന്ന് പറഞ്ഞ് മൂഢന്മാരായി. ദൈവത്തിൻ്റെ തേജസ്സിനെ ക്ഷയമുള്ള മനുഷ്യൻ, പക്ഷി, നാൽക്കാലി, ഇഴജാതി എന്നിവയുടെ രൂപസാദൃശ്യമാക്കി മാറ്റി. മാനവജാതി തകർന്ന് തരിപ്പണമായി. അതുകൊണ്ട് ദൈവം അവരെ എന്ത് ചെയ്തു? സ്വന്തം ശരീരങ്ങളെ തമ്മിൽ തമ്മിൽ അപമാനിക്കേണ്ടതിന് അശുദ്ധിയിൽ ഏൽപ്പിച്ചു. ദൈവത്തിൻ്റെ സത്യം അവർ വ്യാജമാക്കി മാറ്റി. സൃഷ്ടിച്ചവനേക്കാൾ സൃഷ്ടിയെ ഭജിച്ചു, ആരാധിച്ചു. സെലിബ്രിറ്റികളെ ആരാധിക്കുക, സിനിമാ നടന്മാരെ, മനുഷ്യ ദൈവങ്ങളെ. അമൃതാനന്ദമായി ദൈവമാണ്, രജനീഷ് ദൈവമാണ്. ആൾ ദൈവങ്ങളുടെ പേര് പറയാൻ പോയാൽ എനിക്കൊന്നും അറിയത്തില്ല നിങ്ങളുടെ പേരുകളും. തുണിയുടുത്തതും തുണിയുടുക്കാത്തതും ഒക്കെ ദൈവങ്ങളുടെ ഒരു വലിയ ഘോഷയാത്ര തന്നെയാണ് നമ്മുടെ ഭാരതത്തിൽ. ദൈവത്തിൻ്റെ സത്യം അവർ വ്യാജമാക്കി മാറ്റി. സൃഷ്ടിച്ചവനേക്കാൾ സൃഷ്ടിയെ ഭജിച്ചു, ആരാധിച്ചു. അതുകൊണ്ട് ദൈവം അവരെ അപമാനരാഗങ്ങളിൽ ഏൽപ്പിച്ചു, അശുദ്ധിയിൽ ഏൽപ്പിച്ചു, അപമാനരാഗങ്ങളിൽ ഏൽപ്പിച്ചു. അവരുടെ സ്ത്രീകൾ സ്വാഭാവിക ഭോഗത്തെ സ്വാഭാവിക വിരുദ്ധമാക്കി കളഞ്ഞു. അവണ്ണം പുരുഷന്മാരും സ്വാഭാവിക സ്ത്രീഭോഗം വിട്ട് അന്യോന്യം കാമം ജ്വലിച്ച് ആണോട് അവലക്ഷണമായി പ്രവർത്തിച്ചു. ഇങ്ങനെ അവർ തങ്ങളുടെ വിഭ്രമത്തിന് യോഗ്യമായ പ്രതിഫലം തങ്ങളിൽ തന്നെ പ്രാപിച്ചു. ചുരുക്കി പറഞ്ഞ കന്നാലിയായി മാറിയെന്ന് സാരം. ആണും പെണ്ണുമായിട്ടൊക്കെ ജീവിതം നയിക്കുക. കേരളക്കരയിലും ഉണ്ടത്, യൂറോപ്പിലൊക്കെ അത് തന്നെ ഉള്ളൂ. സ്വവർഗാനുരാഗികൾ ഒരു വലിയ ശതമാനം ഇസ്രയേലിലുണ്ടെന്ന് ഒരു പാസ്റ്റർ പ്രസംഗിച്ചപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി. കാരണം അവർ കണ്ണടഞ്ഞു കിടക്കുന്ന മനുഷ്യരല്ലേ. അമേരിക്ക അതിൻ്റെ ഒരു രാജ്യമാണ്. യൂറോപ്യൻ രാജ്യങ്ങളെല്ലാം അതിൻ്റെ ഈ പാപം കൊടികുത്തി വാഴുകയാണ്. ഹല്ലേലൂയ. ഭക്തന്മാരൊക്കെ ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞാലും ആ രാജ്യങ്ങളിൽ നടക്കുന്ന പാപത്തിൻ്റെ പട്ടിക പറഞ്ഞറിയിക്കാൻ കഴിയത്തില്ല. സ്തോത്രം. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഈ ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്.
അതുകൊണ്ട് നമ്മുടെ ഹൃദയത്തെ പത്രോസിന്റെ ഭാഷയിൽ പറഞ്ഞാൽ കർത്താവിൻ്റെ പ്രത്യക്ഷതയ്ക്ക് വേണ്ടി ഒരുക്കിക്കൊണ്ടിരിക്കണം. 1 പത്രോസ് 1:13 വാക്യം ഒന്ന് വായിച്ച്. 1 പത്രോസ് 1:13 പത്രോസ് പറയുന്ന ഭാഗം എന്നെ വളരെ സന്തോഷിപ്പിച്ചു. ഹല്ലേലൂയ. 1 പത്രോസ് 1:13 നമ്മുടെ ഹൃദയത്തെ എങ്ങനെ ഏത് നിലയിൽ സൂക്ഷിക്കണമെന്നാ പത്രോസ് അപ്പോസ്തലൻ പറയുന്നേ. ഹല്ലേലൂയ, സ്തോത്രം. 1 പത്രോസ് 1:13 വാക്യം. ഹല്ലേലൂയ, സ്തോത്രം. നിങ്ങൾ നിങ്ങളുടെ മനസ്സുറപ്പിച്ച് നിർമ്മതരായി. നമ്മുടെ മനസ്സ്, നമ്മുടെ ഹൃദയം യേശുക്രിസ്തുവിൻ്റെ പ്രത്യക്ഷതയ്ക്ക് വേണ്ടി വരുവാനുള്ള കൃപയിൽ നമ്മുടെ ഹൃദയം, നമ്മുടെ മനസ്സ് കർത്താവിൻ്റെ വരവിന് വേണ്ടി ഒരുക്കിക്കൊണ്ടിരുന്നോണം. നമ്മുടെ മനസ്സും ഹൃദയവും ഇത് രണ്ടും കർത്താവിൻ്റെ പ്രത്യക്ഷതയ്ക്ക് വേണ്ടി എപ്പോഴും ഒരുക്കമുള്ളതായിരിക്കണം. ഹൃദയത്തിൽ ഒരുക്കമുണ്ടാകണം. മനസ്സ് ആ ചിന്ത തന്നെ ആയിരിക്കണം. പൗലോസ് പറഞ്ഞു, നിങ്ങളുടെ മനസ്സ് ക്രിസ്തുവിനോടുള്ള ഏകാഗ്രതയും നിർമ്മലതയും വിട്ട് നിങ്ങൾ വഷളായി പോകുമെന്ന് ഞാൻ ഭയപ്പെടുന്നു. സർപ്പം ഹവ്വായ ഉപായത്തെ ചതിച്ചതുപോലെ ക്രിസ്തുവിനോടുള്ള ഏകാഗ്രതയും നിർമ്മലതയും വിട്ട് നിങ്ങളുടെ ഹൃദയം വഷളായി പോകുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു. നമ്മുടെ ഹൃദയവും മനസ്സും വഷളായി പോകരുത്. ക്രിസ്തുവിനോടുള്ള ഏകാഗ്രതയും നിർമ്മലതയും വിട്ടാൽ വഷളായി കിടക്കുക. ഹല്ലേലൂയ, സ്തോത്രം. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഞാൻ എൻ്റെ വാക്കുകളെ ഇവിടെ ഉപസംഹരിക്കുകയാണ്. 1-2 എപ്പിസോഡ് കൂടി, ഒരു എപ്പിസോഡ് കൂടി ഇതിൻ്റെ കണ്ടിന്യൂഷൻ കാണുമായിരിക്കാം. കാരണം വേറെ കുറച്ച് വിഷയങ്ങൾ കൂടി ഇതിനോട് ആഡ് ചെയ്ത് പറയാനായിട്ടുണ്ട്. സ്തോത്രം. മാനവജാതിയുടെ തകർച്ചയുടെ ചിത്രം റോമാലേഖനം 1-ാം അധ്യായത്തിൽ നമുക്ക് കാണാൻ കഴിയും. ഈ അവസ്ഥയിൽ നിന്നാണ് ദൈവം നമ്മെ എന്ത് ചെയ്തത്? രക്ഷിച്ചത്, വീണ്ടെടുത്തത്, ദത്തെടുത്തത് എന്ന് ദൈവമക്കൾ നന്നായിട്ട് മനസ്സിലായി. ഈ പാപത്തിന്റെ പട്ടികയിൽ കിടന്ന നമ്മളെ കർത്താവ് തന്റെ രക്തം തന്ന് വിലയ്ക്ക് വാങ്ങി, വീണ്ടെടുത്തു, ദത്തെടുത്തു. പരിശുദ്ധാത്മാവിനെ നമ്മുടെ മേൽ പകർന്ന് നവീകരിച്ച് ദൈവത്തിൻ്റെ മക്കളാക്കി, ദൈവത്തിൻ്റെ ദാസന്മാരാക്കി മാറ്റി നിത്യതയ്ക്ക് വേണ്ടി ഒരുക്കുവാൻ ദൈവത്തിന് നമ്മളിൽ പ്രസാദം തോന്നി. എത്ര മനോഹരമായ ഒരു അനുഭവം. അതുകൊണ്ട് ആ വചനത്തിൻ്റെ വ്യവസ്ഥയിൽ നിലനിൽക്കണം. നമ്മളാരും ഈ പാപപ്രവൃത്തിയിലേക്ക് പോകരുത്. ദൈവവചനത്തിൻ്റെ വ്യവസ്ഥ വിട്ട് നമ്മൾ ആരും പോകരുത്. ഈ ലോകം ഭരിക്കാനും ഈ ലോകത്തിൻ്റെ ഭരണസാന്നിധ്യം ഏറ്റെടുക്കാനൊക്കെ ഈ ലോക മനുഷ്യരുണ്ട്. നമ്മൾ ലോകക്കാരല്ല. ലോകക്കാരായിരിക്കാതെ കൊണ്ട് ലോകത്തിൽ നമ്മൾ ദൈവം തിരഞ്ഞെടുത്തു. കർത്താവ് പറഞ്ഞ ഈ ലോകം എൻ്റെ രാജ്യം ഐഹികമല്ല, ഈ ലോകപ്രകാരമുള്ള രാജ്യമല്ല കർത്താവിൻ്റെത്. കർത്താവിൻ്റെ രാജ്യം സ്വർഗീയമാണ്. അത് പിതാവിൻ്റെ സാന്നിധ്യമുള്ള രാജ്യമാണ്. അത് ദൈവസാന്നിധ്യവും ദൈവദൂതന്മാരെ കൊണ്ട് നിറഞ്ഞ രാജ്യമാണ്. അവിടെ വിശുദ്ധിയും വേർപാടും ഒക്കെയുള്ള രാജ്യമാണ്. ദൈവസാന്നിധ്യം നഷ്ടപ്പെട്ടു പോയ ആദാമും ഹവ്വയും തിരിച്ച് ആ ദൈവസാന്നിധ്യത്തിലേക്ക് വരുവാനാണ് ദൈവം മനുഷ്യനായിട്ട് ഈ ഭൂമിയിൽ വന്നതെന്നാണ് തിമോഥെയോസിൻ്റെ ലേഖനം. ദൈവം ജഡത്തിൽ വന്നു, ക്രിസ്തു ജഡത്തിൽ വന്നു, ദൈവം ജഡത്തിൽ വന്നു. അതാണ് സ്തോത്രം, യേശു ക്രിസ്തു. ഹല്ലേലൂയ. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നമുക്ക് ആ കർത്താവിൻ്റെ വചനവ്യവസ്ഥയിൽ ജീവിക്കാം. കർത്താവ് ഈ വചനങ്ങളാൽ നമ്മെ അനുഗ്രഹിക്കട്ടെ. അവസാനത്തെ എപ്പിസോഡ് നിങ്ങൾക്ക് ഇത് കഴിയുമ്പോൾ കിട്ടുന്നതായിരിക്കും. ഈ വചനത്തിലൂടെ കാര്യങ്ങൾ മനസ്സിലാക്കി ദൈവവചന വ്യവസ്ഥയിൽ നിലനിന്ന് ലോകത്തിൻ്റെ അശുദ്ധിയിലും ലോകത്തിൻ്റെ യാതൊരുവിധ അനുഭവങ്ങളിലേക്കും ഇറങ്ങിപ്പോകാതെ തികച്ചും ദൈവവചനത്തിൻ്റെ വിശുദ്ധിയിലും നിർമ്മലതയിലും ജീവിച്ച് ലോകക്കാരായിരിക്കാതെ ഞങ്ങൾ ദൈവത്തിൽ നിന്നുള്ളവരാകുന്നു. ദൈവത്തിൽ നിന്നുള്ളവൻ ഞങ്ങളുടെ വാക്ക് കേൾക്കുന്നു, ദൈവത്തിൽ നിന്നല്ലാത്തവൻ ഞങ്ങളുടെ വാക്ക് കേൾക്കുന്നില്ല. അപ്പോൾ അപ്പോസ്തലന്മാരുടെ ഉപദേശം കേൾക്കാത്ത നമ്മളാരും ദൈവത്തിൽ നിന്നുള്ളവരല്ലെന്നാണ് 1 യോഹന്നാൻ 4:6 പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ ദൈവത്തിൽ നിന്നുള്ളവരായി ദൈവത്തിന് വേണ്ടി ദൈവത്തിൻ്റെ ഇഷ്ടം ചെയ്ത് ദൈവത്തെ പ്രസാദിപ്പിച്ച് ദൈവവഴികളിലൂടെ നടന്ന് കർത്താവായ യേശുക്രിസ്തുവിൻ്റെ 2ാം വരവിന് വേണ്ടി വിശുദ്ധിയോടെ നിർമ്മലതയോടെ കാത്തിരിക്കുവാൻ സ്വർഗത്തിലെ ദൈവം നമ്മെ സഹായിക്കട്ടെ. നമുക്ക് കിട്ടാൻ പോകുന്ന ഏറ്റവും മഹത്തരമായ അനുഭവം, 1ാമത് രൂപാന്തര ശരീരം, 2ാമത് 1000 ആണ്ട് വാഴ്ചയിലെ ഒരു അവകാശം, 3ാമത് പുതിയ ആകാശം പുതിയ ഭൂമിയിലെ
അവകാശം നമുക്ക് നിത്യമായിട്ട് കർത്താവ് തരാം. അതാരും നഷ്ടപ്പെടുത്തി കളയരുത്. ലോകത്തിൻ്റെ ചപ്പിനും ചവറിനും വേണ്ടി ദൈവം തരുന്ന വിലപ്പെട്ട സ്വർഗീയമായ അനുഭവങ്ങൾ നമ്മൾ നഷ്ടപ്പെടുത്തരുത് എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകളെ ചുരുക്കുന്നു. കർത്താവ് ഈ വചനങ്ങളാൽ നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ, 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 ആമേൻ. സ്തോത്രം, സ്തോത്രം.